മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ദീപിക നീതിയുടെ കാവലാൾ. മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ എന്നും ധാർമ്മികതയുടെയും നീതിയുടെയും കാവലാളായി നിന്നു എന്നതാണ് ദീപികയുടെ പാരമ്പര്യമെന്നും സത്യം മൂടിവെക്കപ്പെട്ട ഇടങ്ങളിൽ ജ്വലിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മുഴങ്ങാനും ഈ പത്രത്തിന് കഴിഞ്ഞുവെന്നും 140 വർഷങ്ങൾ പിന്നിട്ട ദീപിക പത്രത്തെപ്പറ്റി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അഭിപ്രായപ്പെട്ടു. 1887 ഇന്ത്യയുടെ ആദ്യത്തെ മലയാള ദിനപത്രമായ ദീപിക സ്ഥാപിതമായത്. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കൊട്ടാരക്കര വൈദിക ജില്ലയിലെ ഞാറക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ ഏപ്രിൽ 10 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന അധ്യക്ഷനുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലീത്ത, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ യൂഹാനൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോൺസൺ എം പള്ളിപ്പടിഞ്ഞാറ്റേതിൽ, ട്രസ്റ്റി ശ്രീ അനിൽ കൊച്ചുമമ്മൻ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ റെജി MG എന്നിവർ നേതൃത്വം നൽകി. പത്തനംതിട്ട ഭദ്രാസനത്തിലെ കോന്നി വൈദിക ജില്ലയിലെ വകയാർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ ഏപ്രിൽ 11 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ ഗീവർഗീസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ തോമസ് മാർ അന്തോണിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ യൂഹാനൻ മാർ തേഡോഷ്യസ് മെത്രാപ്പോലിത്ത, അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത, അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, അഭിവന്യ യൂഹാനൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൂദാശയ്ക്ക് മുന്നോടിയായി വകയാർ മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്കും സഭയിലെ മറ്റു പിതാക്കന്മാർക്കും സ്വീകരണം നൽകി. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ തിരുവനന്തപുരം വൈദിക ജില്ലയിലെ തമലം തിരുഹൃദയ ദേവാലയത്തിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെയും പുതുതായി നിർമ്മിച്ച കൽക്കുരിശിന്റെയും കൂദാശ ഏപ്രിൽ 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന അധ്യക്ഷനുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ യൂഹാനൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് ചരുവിൽ, സെക്രട്ടറി ശ്രീ ജോബി തോമസ്, ട്രസ്റ്റി ശ്രീ രാജൻ വാഴവിള എന്നിവർ നേതൃത്വം നൽകി. വൈദിക പട്ടം സ്വീകരിച്ചു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ ഡീക്കൻ ജോസഫ് എള്ളിക്കൽ, ഡീക്കൻ തോമസ് പുത്തൻപുരയ്ക്കൽ, ഡീക്കൻ ജോൺ കമുകുംപള്ളിൽ, ഡീക്കൻ തോമസ് കിടങ്ങേൽ, ഡീക്കൻ മാത്യു തേമ്പവിൻകൂട്ടത്തിൽ, ഡീക്കൻ കുര്യൻ തോനുവേലിൽ, ഡീക്കൻ അനു ജേക്കബ് പാറയ്ക്കൽ, ഡീക്കൻ റോബിൻ മുള്ളൻ മുരുപ്പേൽ എന്നിവർ ഏപ്രിൽ 14 പത്തനംതിട്ട വകയാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പൊലിത്തായിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്ത സന്നിഹിതനായിരുന്നു. സ്നേഹസംഗമം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിഭദ്രാസന MCMFന്റെ ആഭിമുഖ്യത്തിൽ അമ്മമാരുടെ സ്നേഹസംഗമം ഏപ്രിൽ 14 പട്ടം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന മദേഴ്സ് ഫോറം പ്രസിഡന്റ് ശ്രീമതി അനിത അലക്സ് അധ്യക്ഷത വഹിച്ച സമ്മേളനം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ യൂഹാനൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ അനുഗ്രഹ സന്ദേശം നൽകി. സഭാതല പ്രസിഡന്റ് ശ്രീമതി ഷീജ എബ്രഹാം ആശംസകൾ അറിയിച്ചു. അതിഭദ്രാസന ഡയറക്ടർ ഫാദർ തോമസ് മരോട്ടിമൂട്ടിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയെ സമ്മേളനത്തിൽ ആദരിക്കുകയും സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു.
അതേ തുടർന്ന് അതിഭദ്രാസന പരിധിയിൽ നിന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അമ്മമാരെ ചടങ്ങിൽ പ്രത്യേകമായി അനുമോദിച്ചു. അതിഭദ്രാസനത്തിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളായി 1200ഓളം അമ്മമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബിരുദം നേടി. ബദനി മിശിഹ അനുകരണ സന്യാസിനി സമൂഹം പത്തനംതിട്ട പ്രൊവിൻസിലെ സിസ്റ്റർ റോഷ്ന SIC, ബത്തേരി പ്രൊവിൻസിലെ സിസ്റ്റർ അനറ്റ് SIC എന്നിവർ ഏപ്രിൽ 16-ന് മംഗളൂരു ഫാദർ മുള്ളർ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്ന് ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറിയിൽ ബിരുദം നേടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.